യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം നടപ്പിലായത് സ്ട്രെസ്സിൽ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും ഒരുപോലെ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇന്ന് സ്ട്രെസ്സാണ്. 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മാറുന്ന ജീവിതശൈലിയിൽ നമ്മളുടെ ഭക്ഷണം ഉൾപ്പെടെ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാവർക്കും സ്ട്രെസ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയാൻ പാടുണ്ടോയെന്നറിയില്ല, എങ്കിലും പറയാം, ഇവിടെ കൂടി വരുന്ന കുഴിമന്തിക്കടയും ഷവർമാക്കടയും എല്ലാം ഇന്ന് നമ്മളുടെ മൊത്തത്തിലുള്ള ജനങ്ങളിൽ സ്ട്രെസ് കോമൺ ആയി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. മലയാളിയെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തെ ഡ്രൈവ് ചെയ്യുന്ന 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് ആക്രാന്തവും, 2 മടിയാണ്. നമസ്കാരം. നമ്മൾ അറിയാതൊരു ഭീകരാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ എന്നെ തുറച്ചു നോക്കിയേക്കാം. സത്യമാണ്. ലോകമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് പുറത്ത് ചിന്തിക്കും. ഇത് നമ്മളെ എല്ലാവരെയും ചേർത്ത് ചിന്തിക്കേണ്ട ലോകത്ത് നമ്മളിന്നൊരു പാൻഡമിക്കിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ അതിഭീകരമായ ഒരു പകർച്ചവ്യാധിയിലൂടെ. എന്താണ് ആ പകർച്ചവ്യാധി എന്ന് പറയാൻ ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. ഷാജി, ആ പകർച്ചവ്യാധി എന്താണെന്ന് അസ്യൂം ചെയ്യാമോ? പകർച്ചവ്യാധി കോവിഡ് അല്ല, എയ്ഡ്സ് അല്ല, വസൂരി അല്ല. ഈ പാൻഡമിക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലോകം സംസാരിക്കുന്നത് സ്ട്രെസ് എന്ന പാൻഡമിക്കിനെ പറ്റിയാണ്. കറക്റ്റ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം നടപ്പിലായത് സ്ട്രെസ്സിൽ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും ഒരുപോലെ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇന്ന് സ്ട്രെസ്സാണ്. ഞാൻ പറഞ്ഞ ഒരു വലിയ പകർച്ചവ്യാധിയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് പല രൂപത്തിൽ നമ്മളുടെ പുറകെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പം നമ്മളെപ്പോഴും പലപ്പോഴും ഫോളോ ചെയ്യുന്നത് അമേരിക്കയും യൂറോപ്പിനെയും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ടീഷർട്ട് ഇട്ടിരിക്കുന്നു, നമ്മളെല്ലാം പാൻറ് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ അവരുടെ ഫോളോയിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചിന്തകളിൽ പോലും അവർ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നഗരങ്ങളിൽ നിന്ന് ആൾക്കാർ ഫാം ഹൗസുകളിലേക്ക് ചെറിയ ചെറിയ പറമ്പുകൾ വാങ്ങി, പാടങ്ങൾ വാങ്ങി അവിടെയൊക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന കൊച്ചിയിൽ നമ്മൾ കൃത്യമായി നോക്കിയാൽ ഇവിടെ വളരെ സ്റ്റൈലൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലി 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ തകർന്നു പോകും. ഇതിനേക്കാൾ ഒരു പക്ഷേ സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കുന്ന സാധാരണക്കാരെ നമ്മളിവിടെ നിന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിലേക്കോ മറ്റോ പോയാൽ കാണാൻ കഴിയും. ഇവിടെ എന്താണ്, ഒരു പക്ഷേ മുന്തിയ കാറുണ്ടാകാം, ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവാം, മുന്തിയ മൊബൈൽ ഉണ്ടാകാം, നമ്മൾ മുന്തിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പലതും ഉണ്ടാകാം. പക്ഷേ സ്ട്രെസ് അവരെ വല്ലാതെ നയിക്കുന്നുണ്ട്. ഈ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നിടത്തു നിന്ന് തിരിച്ചു പോകാൻ കഴിയുമോ എന്നത് സംശയമാണ്. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാൻ കഴിയും? എങ്ങനെയാണ് നോക്കുക? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് സ്ട്രെസ്സ് എന്നുള്ളത് സാധാരണക്കാരനെ, അതായത് വളരെ എന്തെങ്കിലും ഒരു ഫിനാൻസിൻ്റെ പേരിലൊന്നും ഉള്ളൊരു സംഭവമല്ല. അതിനകത്തൊക്കെ നമ്മൾ അപ്പുറത്ത് പോയി. കാരണം ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കോട്ടയത്ത് നിന്ന് ഏതാണ്ട് 2 കൊല്ലം മുമ്പ് ഒരു ദിവസം ഒരേ പേരുള്ള 2 പേര് ആത്മഹത്യ ചെയ്തു. കോട്ടയത്ത് 2 പേര് ആത്മഹത്യ ചെയ്തു. ഒരാൾ ഫിനാൻഷ്യലിയൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വണ്ടി ഇങ്ങനെ, അതായത് ട്രെയിൻ പോകാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുമ്പം ആ ഒരു കോളിനകത്ത് എന്തോ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കോള് വരുന്നു. അപ്പോൾ പെട്ടെന്ന് ട്രെയിനിൻ്റെ സൗണ്ട് പുള്ളി കേൾക്കുന്നു. പുള്ളി ആ ബാഗ് ഊരി അവിടെ വെച്ചിട്ട് ആ വന്ന ട്രെയിനിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി മരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇതുപോലെ ഒരു ദിവസം വൈകിട്ട് കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം പരിധിക്കപ്പുറമുള്ള കുറേ പാരസെറ്റമോളും മെഡിസിൻസും എല്ലാം കഴിച്ചിട്ട് പിറ്റേ ദിവസം സൂയിസൈഡ് ചെയ്യുന്നു. ഇത് 2ൻ്റെയും അടിസ്ഥാനം നമ്മൾ സാധാരണ കണ്ടുവരുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ. സാധാരണ നമ്മളൊരു 10 വർഷം മുമ്പ് എന്താണ് ആത്മഹത്യയുടെ മൂല കാരണം നമുക്ക് 90% കടമാണ്. കടം കയറി കർഷകൻ ആത്മഹത്യ ചെയ്തു, കടം കയറി അല്ലെങ്കിൽ ലോൺ കാരണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മളിത് പോകുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മാറുന്ന ജീവിതശൈലിയിൽ നമ്മളുടെ ഭക്ഷണം ഉൾപ്പെടെ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പറയുമ്പോൾ ആൾക്കാർക്ക് എന്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രെസ് ഉള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ്. ഞാൻ ചെറുതായിട്ട് അതിനകത്ത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ വളരെ
നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്നു. ചിന്തകളെയും 100%. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് ഉണ്ട്, ഒരു പരിധിക്കപ്പുറം സ്ട്രെസ് ഉള്ളവരെന്ന് നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരുടെയും, അല്ലെങ്കിൽ അവരിൽ മെജോറിറ്റി ആയിട്ട് ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മലബന്ധമാണ്. കോൺസ്റ്റിപ്പേഷനും സ്ട്രെസ്സും കണക്റ്റഡാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ നമ്മളൊരു യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഇത് പറയുന്നൊന്നും വേണ്ട. നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ ചാറ്റ് GPT പൊക്കോളൂ, പബ്മെഡിലേക്ക് പൊക്കോളൂ, നിങ്ങൾ റിസർച്ച് പേപ്പർ എടുത്തോളൂ. യുവർ ഗട്ട് ആൻഡ് സ്ട്രെസ് ഈസ് കണക്റ്റഡ്. നിങ്ങൾക്ക് മലബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെക്കൻഡ് ബ്രെയിൻ ആണ് വയറെന്ന് 100%. ഗട്ട് ഈസ് യുവർ സെക്കൻഡ് ബ്രെയിൻ. അത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഗട്ട് ഈസ് യുവർ സെക്കൻഡ് ബ്രെയിൻ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്ട്രെസ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും പറയാം, ഇവിടെ കൂടി വരുന്ന കുഴിമന്തിക്കടയും ഷവർമാക്കടയും എല്ലാം ഇന്ന് നമ്മളുടെ മൊത്തത്തിലുള്ള ജനങ്ങളിൽ സ്ട്രെസ് കോമൺ ആയി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അല്ല, അത് ഡോക്ടർ അത് പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചത്, നമ്മളെല്ലാം ഇപ്പോൾ വല്ലാതെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകും. കറക്റ്റ്. എല്ലാ മാസവും നമ്മൾ EMIയുടെ പിന്നാലെയാണ്. അതായത് ഈ മാസം എനിക്ക് ഇത്ര രൂപ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മാസം എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത്. അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള, അത് ഏറ്റവും വലിയ ധനികനായാലും സാധാരണ മൊബൈൽ ഫോൺ നമ്മൾ EMIയിൽ വാങ്ങുകയാണ്, കുക്കർ EMIയിൽ വാങ്ങുകയാണ്, നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു TV 15,000 രൂപയുടെ TV നമ്മൾ EMIയിൽ വാങ്ങുകയാണ്. മുമ്പാണ് നമ്മൾ 15,000 രൂപ കണ്ടെത്തി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലേ ഈ ഭക്ഷണത്തെക്കാൾ ഇതിൽ പറഞ്ഞത്? 100%. അല്ല, ഞാൻ പറയുന്നത് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് എന്നാണ്. നമ്മൾ ഈ പറയുന്ന ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ EMIക്ക് പുറകെ പോകുന്നു, അല്ലെങ്കിൽ പലരുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ വിധേയരായി നമ്മൾ പോകുന്ന ഒരു കാലമാണല്ലോ ഇത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഭക്ഷണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല, ഘട്ടെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. 2, മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് ആണല്ലോ. നമ്മൾ ഇപ്പം ഞാനൊരു ഡോക്ടറാണ്. 2021 ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. അന്ന് ഞാൻ തുടങ്ങുന്നത് 3 റൂമിലാണ്, 6 ബെഡിലാണ്. 2021 എൻ്റെ മനസ്സിലുള്ളത് 25 റൂമിൻ്റെ ഒരു ആശുപത്രിയാണ് എൻ്റെ സ്വപ്നം എന്നുള്ളതാണ്. പേഷ്യൻസ് അതെ, അതല്ല, 25 റൂം ആശുപത്രിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളതാണ്. ഞാൻ 2023 25 റൂമുള്ള ആശുപത്രിയിലേക്ക് ഞാൻ വളർന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടില്ല. അപ്പോൾ എനിക്ക് 250 ബെഡിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അല്ലേ? ശരിക്കും നമ്മളുടെയൊക്കെ പ്രശ്നം അതല്ലേ യഥാർത്ഥത്തിൽ? നമ്മൾക്ക് എന്നാൽ ഞാൻ ഇത്രയും ചിന്തിച്ചാൽ മതി, ഈ 6 ബെഡോ അല്ലെങ്കിൽ 3 റൂമോ ഉള്ള സമയത്ത് 25 ബെഡുള്ളൊരുത്തന് ഹാപ്പി ആണോ എന്ന് ചിന്തിച്ചാൽ മതി. സാധാരണ ഒരു ബിസിനസ്സുകാരൻ്റെ ഇപ്പോഴത്തെ തോട്ട് പ്രോസസ്സ് എന്താണ്? ഇവിടുത്തെ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ്റെ തോട്ട് പ്രോസസ്സ്, എനിക്കൊരു 100 കോടി രൂപ ടേൺ ഓവർ വരണം എന്നുള്ളതാണ്. അതാണല്ലോ നോർമലി ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അത് ചിന്തിക്കുന്ന സമയത്തെ ഈ 100 കോടി ഇപ്പം ടേൺ ഓവർ ഉള്ളവൻ ഹാപ്പി ആണോ എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്കില്ല. അവിടെയാണ് ഈ സ്ട്രെസ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പോയിന്റിൽ നമ്മളുടെ ഹാപ്പിനെസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് 2026 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പോയിന്റിനോ ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ ഒരു സാഹചര്യത്തിനോ നമ്മളുടെ ഹാപ്പിനെസ്സിനെ പിടിച്ചു കെട്ടാൻ സാധ്യമല്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഷാജി 7 years in Tibet എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ടിബറ്റിലുള്ള ഒരു ലേഡിയുമായി ഒരു യൂറോപ്യൻ, അയാൾ ഒളിമ്പിക് ജേതാവാണ് എന്നുള്ള അയാളുടെ പത്രക്കട്ടിങ് കാണിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു മറുപടിയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ സെൽഫായി പ്രൊമോട്ട് ചെയ്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കൾച്ചർ അയാളുടെ ഉള്ളിലേക്ക് എത്ര ട്രാവൽ ചെയ്ത് അയാൾക്ക് കൺട്രോൾ ചെയ്യാവുന്ന തലത്തിലേക്ക് നിർത്തുന്നതാണെന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മിസ്സിങ് ആയിരിക്കും ഡോക്ടർ ഈ പറഞ്ഞതിലേക്ക് 100%. നമ്മളുടെ ഞാൻ ഇതിനിടയിൽ വേറെ ചോദ്യം ചോദിച്ചിട്ട്, എനിക്ക് 15,000 രൂപയുടെ TV വാങ്ങണം, എൻ്റെ ആഗ്രഹമാണ്. എനിക്കതിന് നിലവിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അല്ലെങ്കിൽ നിലവിലുള്ള എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് EMI കിട്ടും. ഞാൻ 15,000 രൂപയുടെ TV വാങ്ങി. TV വീട്ടിലെത്തി 10 ദിവസം കൊണ്ട് TV കണ്ടു, TV മറന്നുപോയി. പക്ഷേ എനിക്ക് മാസം 2,000-2,500 രൂപയുടെ EMI എന്ന് പറയുന്ന ഡെമോക്രസിൻ്റെ വാൾ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് TV മാത്രമല്ല, EMI ലക്ഷങ്ങളുള്ള ആൾക്കാരുണ്ട്, സാധാരണക്കാർക്ക് പോലും മിനിമം 5,000 രൂപയുണ്ട്. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ അയാളുടെ ഭക്ഷണക്രമത്തിൽ നമ്മളുടെ പുതിയ തലത്തിലുള്ള ഭക്ഷണത്തിലേക്ക് മാറുകയും കൂടെ ചെയ്യുമ്പോൾ
അയാളുടെ തോട്ട്സ് വല്ലാതെ അയാളുടെ ഗട്ട് സെൻസിറ്റീവ് ആവുകയും അയാളുടെ തോട്ട് സെൻസിറ്റീവ് ആവുകയും 2000 രൂപ EMIക്ക് 20,000 രൂപയുടെ ടെൻഷൻ അയാൾ ബെയർ ചെയ്യുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നതെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അതെ, 2,500 രൂപ ഹോസ്പിറ്റലിലും കൊണ്ട് കൊടുക്കുമല്ലോ. അങ്ങനെ 2,000 രൂപയുടെ EMIയും 2,500 രൂപ ഹോസ്പിറ്റലിലും. അതാണല്ലോ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണല്ലോ. അതാണ് നടക്കുന്നതല്ലോ. ഈ 2 ട്രാപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും? അതാണെന്നേ, ഈ 2 ട്രാപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഒരു വളരെ ചെറിയ പ്രായത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ പ്രസന്റിലാവുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊരു സ്പിരിച്വൽ ആവും, അല്ലെങ്കിൽ ഭയങ്കര ഈ മറ്റേ സാഹിത്യപരമൊക്കെ ആവും എന്നുണ്ടെങ്കിലും, മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ 15,000 രൂപയുടെ TV മേടിക്കാൻ വേണ്ടി എൻ്റെ ഹാപ്പിനെസ്സിനെ നിങ്ങൾ കാത്തിരിക്കരുത് എന്നുള്ളതാണ്. 15,000 രൂപ TV മേടിക്കുന്ന മൊമെന്റിലാണ് എനിക്ക് ഹാപ്പിനെസ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ല. ഞാൻ നിലവിലുള്ള ഈ അടുത്തൊരു ഷാജി ഒരു അടുത്ത 10 വർഷത്തേക്ക് ഒരു തോട്ട് പ്രോസസ്സ് നടക്കുമോ? എനിക്ക് TV മേടിക്കണം, ഞാൻ EMI അവൈലബിൾ, ഞാൻ TV മേടിക്കും. 0%, 0 എന്താണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എന്താ പറയുക, 0 ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ എല്ലാ സാധനവും നിരത്തി വെച്ചിരിക്കുകയാണ്. 0% EMIയും 0% ആണ്, ഇനിഷ്യൽ പേയ്മെന്റും 0%. നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ? നമുക്ക് നല്ല ലൈറ്റ് കണ്ടാൽ മേടിക്കണം, നമുക്ക് നല്ലൊരു ടോർച്ച് കണ്ടാൽ മേടിക്കണം, നമുക്ക് നല്ലൊരു ബാൻഡ് കണ്ടാൽ അല്ല. ഇതിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇത് കുറെ ദൂരം ഒന്ന് സഞ്ചരിച്ചല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇതിൽ നിന്ന് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ള തോട്ട് പ്രോസസ്സിൽ എത്താതെ എങ്ങനെ ഇതിൽ നിന്ന് ഇതിന് മലയാളിയെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തെ ഡ്രൈവ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന് ആക്രാന്തവും, 2 മടിയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി വിറ്റുപോകുന്ന 2 സാധനങ്ങളുടെ പേര് ആക്രാന്തവും മടിയെന്നാണ്. അതെ അതെ, നിങ്ങൾ ഈ പറയുന്ന 0% EMIക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ പുറകെ നടക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ തങ്കപ്പഞ്ചറിനും രാമഞ്ചറിനും മാത്രമല്ലല്ലോ. നമ്മൾ ഇവിടെ കാണുന്ന ഓഡിയും ബെൻസും വരെ ഈ പറയുന്ന 0% EMIയിലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റീസെൻ്റ്ലി ഒരു ലക്ഷറി കാർ സാർ നിങ്ങൾ മേടിച്ചോളൂ, നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസം വാടക തന്നാൽ മതി, തിരിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ വണ്ടിയുടെ വില തന്നോളാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നത് നമ്മുടെ ആക്രമണത്തിൻ്റെ ഭാഗമാണ്, 2 മടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ടാറ്റയുടെ ഇപ്പോൾ ഇതാണ്. ഞാനിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് സെയിൽസ് ഹെഡാണ്. ഞാൻ എന്നോട് ചോദിച്ചു ഇതെങ്ങനെയുണ്ട് സാർ? വെൽ പെർഫോമിംഗ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഇൻസ്റ്റാമാർട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്, സെപ്റ്റോയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോ സാർ ഇത് 3 ഒരുപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് 3 ഒരുപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾക്കിവിടെ ഏറ്റവും നന്നായി ഇപ്പോഴും സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര് മടി എന്നാണ്. അത് ഡോക്ടർ ഞാൻ അതിനകത്ത് കൗണ്ടർ ചെയ്യും. കാര്യം ഈ നമ്മൾ ബിഗ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ സെപ്റ്റോ നമ്മൾ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു, ഇത് നമുക്ക് ഒരു കണക്കിൽ ഡോക്ടർ പറയുന്ന പോലെ മടി തന്നെയാണെങ്കിൽ ഇത് കൺവീനിയൻസ് എന്ന് പറയുന്ന സംഭവമില്ല. കൺവീനിയൻസ് നമ്മൾ ഇവിടുന്ന് ഒരു കാർ എടുത്തുകൊണ്ട് പോയി ഈ ബിസ്മിയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നു, ഈ പെട്രോൾ അടിക്കേണ്ട, നമുക്ക് മെനക്കേടില്ല, ഈ സാധനം വീട്ടിലെത്തുന്നു. ഇതിലേതായിരിക്കും കൺവീനിയൻറ്റ്? അല്ല, ഇതിനകത്ത് എന്താണെന്നറിയോ, പല പ്രൊഡക്റ്റുകളും ഈ കൺവീനിയന്റിന് അപ്പുറം നമ്മളുടെ മടി എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, നമുക്ക് നേരിട്ട് പോയി കാണേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി നമുക്ക് പല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെയാണ് ചൂസ് ചെയ്യുന്നത്. കറക്റ്റ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻസ്, എമർജൻസി സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത് നമ്മൾ വിശ്വസിക്കരുത്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇതിനകത്ത് മൊബൈലുണ്ട്, ഇതിനകത്ത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഉണ്ട്. അതാ പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഇത് തുടങ്ങിയത് എവിടുന്നെന്ന് അറിയോ? എൻ്റെ ഒരു മനസ്സിലാക്കലില് ഈ മടി നന്നായിട്ട് സെല്ല് ചെയ്യപ്പെട്ട് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളിലൊന്ന് മാഗിയാണ്. ഇതിനെ നമ്മൾ ക്ലോസിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ മാഗിയാണ്. മാഗിയിൽ നിന്ന് നമ്മൾ ഓരോന്നിലേക്കും പോയി. ഈ കഞ്ചാവ് ഡ്രഗിന്റെ ഗേറ്റ് വേ ആണെന്ന് പറയുന്നത് മാഗിയാണ് ഇതിന്റെ അല്ലേ? അല്ല, മാഗി യഥാർത്ഥത്തിൽ അത്ര ടൈം സേവിംഗ് ഒന്നുമില്ല. നിങ്ങളൊരു 4 ഫ്രൂട്ട്സ് മേടിച്ച് കട്ട് ചെയ്യുന്ന സമയം നിങ്ങൾ മാഗി ഉണ്ടാക്കാൻ വേണം. അത് കഴിഞ്ഞ് മാഗി ഉണ്ടാക്കിയ പാത്രം കഴുകിക്കളയാൻ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി സമയം വേണം. ഒരു വിധത്തിൽ പറഞ്ഞാലും മാഗി ടൈം സേവിംഗ് അല്ല, മാഗി ഹെൽത്തി അല്ല. മാഗി ഉണ്ടാക്കുന്ന പാത്രം കഴുകാൻ 5 മിനിറ്റ് കൂടുതൽ വേണ്ടേ? നിങ്ങൾ ഏത് തരത്തിലാണ് മാഗി ഹെൽത്തി എന്ന് പറഞ്ഞാൽ, അല്ല മാഗി ടൈം സേവിംഗ് എന്ന് പറഞ്ഞാൽ, മാഗി നമ്മളുടെ മടിയെ കറക്റ്റായിട്ട് പിച്ച് ചെയ്ത സാധനമാണ്. അവിടെ തുടങ്ങിയത് കറക്റ്റായിട്ടത്, അത് കറക്റ്റായിട്ട് നമ്മൾ കൃത്യസ്ഥലത്താണ് നമ്മൾ അടിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ മേക്ക് മൈ ട്രിപ്പ് ഉദാഹരണം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ അതിലൊരു റൂം
എടുത്തോ. ഇപ്പം കൺവീനിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതേ സ്ഥലത്ത് നമ്മൾ ഓൺലൈനിൽ ആ ഹോട്ടൽ നേരിട്ട് നമ്പർ മേടിച്ചെടുത്തോ. നിങ്ങൾക്ക് ഹോട്ടൽ നേരിട്ട് വിളിക്കുമ്പോഴായിരിക്കും റേറ്റ് കുറവ്. നേരിട്ട് നമുക്ക് നമ്പറുകൾ പോലും അവൈലബിൾ അല്ല ഇപ്പോൾ. അല്ല, ലെവലിലാക്കി. അല്ലല്ല, നേരിട്ട് അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് വിളിച്ചാൽ ഈസിയാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലെ മടിയാണ് നമ്മുടെ ഉള്ളിൽ മടിയാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. മടി ഭയങ്കര രസകരമായിട്ട് സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് Yes. സ്ട്രെസ്സിലേക്ക് വരാം. അതെ, സ്ട്രെസ്ഡ് ആവാം എന്നല്ല, സ്ട്രെസ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പം ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസ്ഡ് ആണെന്നുള്ളത് നമ്മൾ മലയാളികൾ ഓരോരുത്തരും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ്, നമ്മൾ മറന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ. ചില കൊച്ചു കുട്ടികളൊക്കെ ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ചിലപ്പം നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ സ്ട്രെസ്ഡ് ആണ് അച്ഛാ, എനിക്ക് വെറുതെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞു, എനിക്ക് സ്ട്രെസ്സ് തരില്ലേ അച്ഛാ. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 8-10 വയസ്സിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, അന്ന് ഷുഗർ ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ വരേണ്യവർഗത്തിൻ്റെ ലക്ഷണമായിരുന്നു. എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് പ്രഷറുണ്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. ഒരു കാര്യം ഞാൻ ഇന്നത്തെ വാർത്ത കണ്ടായിരുന്നു, നീറ്റ് പരീക്ഷ എഴുതാൻ നിർബന്ധിച്ച അച്ഛനെ മകൻ വെടിവെച്ച് കൊന്നു ഡ്രമ്മിലാക്കി. ഇന്ത്യയിലാണ്. ഓ, സ്ട്രെസ്സിന്റെ ഇത് എവിടെയാണ് നമുക്ക് ഇതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. ഈ 50 വർഷം മുമ്പേ ലോകം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഹെൽത്ത് ഒരു രോഗങ്ങളുണ്ടായ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു? വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഭക്ഷണം ഇല്ലായ്മയാണ്. 2026 ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം കൂടിയതാണ്. ഭക്ഷണത്തിന്റെ കാര്യം ആ ഒരു മാറ്റം ഉണ്ടല്ലോ. ഒന്നത്. 2, ഇപ്പൊ പറഞ്ഞില്ലേ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞത്. ഈ പിഷാരടി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മളുടെ വീട്ടില് നമ്മളുടെ ഒരു അടുത്ത ബന്ധുവിനെ പെണ്ണ് കാണാൻ ഒരു പയ്യൻ കയറി വരുമ്പോഴേ, അപ്പോൾ ഇപ്പോൾ ഷായിച്ചേട്ടനെ പോലെ ഒരാൾ കയറി വന്നു, അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ചെവിയിലൊരു ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ആ പെണ്ണെ നോക്കിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവിടുത്തെ ചർച്ച, ആ ചെറുക്കൻ്റെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, അവന് കേൾവിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. ഷായിച്ചേട്ടൻ കയറിയിട്ട് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കുഴപ്പമുള്ളതുകൊണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടി അവിടെ ചർച്ചയായിട്ടില്ല, എൻ്റെ ഹിയറിംഗ് എയ്ഡ് ചർച്ചയായിട്ടുണ്ട്. അവിടെ കാഴ്ചക്കുറവാണ് കണ്ണാടിയുടെ പ്രശ്നം, കേൾവിക്കുറവാണ് ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രശ്നം. കാഴ്ചക്കുറവ് ചർച്ചയാവാതിരിക്കുന്നതും കേൾവിക്കുറവ് ചർച്ചയാവുന്നതും കാഴ്ചക്കുറവ് ഇവിടുത്തെ മെജോറിറ്റിക്ക് ഉണ്ടാവുകയും അത് കോമണൈസ് ചെയ്യപ്പെടുകയും ജനറലൈസ് ചെയ്യപ്പെടുകയും എന്നുള്ളത് കൊണ്ടാണ്. രണ്ടും ഒന്നാണ്, രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമില്ല ഇത് ചർച്ച ചെയ്യണമെന്ന്, അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഇതും ചർച്ച ചെയ്യരുത്, ഇത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യരുത്. കറക്റ്റ് അല്ലേ? അതുപോലെ സ്ട്രെസ് എന്നുള്ളത് നമ്മൾക്ക് ജനറലൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇതിനൊരു 100%. ഞാൻ സ്ട്രെസ് മാത്രമല്ല, ഐ വിൽ ടെൽ യു, നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, ജനറലാണ്. ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്ട്രിക് ആസിഡിറ്റിയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ കാണാൻ വരാറില്ല. കാരണം അത് ജനറലൈസ്ഡ് ആയി. എനിക്ക് നടുവിന് വേദന ഉള്ളപ്പോൾ ഞാൻ നടുവിന് വേദനയുടെ പേഷ്യൻറ്റിനോട് ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഉണ്ട് ഡോക്ടർ, എത്ര നാളായിട്ടുണ്ട്? 5 വർഷമായിട്ടുണ്ട്. നിങ്ങളാരും കാണിച്ചില്ല? അല്ല സാറേ, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. എൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്, ജനറലാണ് സർ. എൻ്റെ ഉറക്കക്കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ കാണാൻ പോകാറില്ല. ഞാൻ പറയുന്നത് 1 മണിക്കൂർ പോലും കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് 7 മണിക്കൂർ 6 മണിക്കൂർ ഉറക്കമാണ് മിനിമം. 6 മണിക്കൂർ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഷ്യൻ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നില്ല. ജസ്റ്റ് ബിക്കോസ് അതൊരു ജനറലായിപ്പോയി. ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ സ്ട്രെസ്സാണ്. സ്ട്രെസ്സാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, ജീവിതശൈലിയാണ്, ഘട്ടാണ്. ജീവിതശൈലിയുടെ കാര്യം പറഞ്ഞു ഡോക്ടർ നേരത്തെ പറഞ്ഞു, ഈ കുഴിമന്തി ബിരിയാണി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുഴിമന്തി വേറെ എന്തോ, കുഴിമന്തി ഷവർമ. അപ്പൊ ഇങ്ങനെയുള്ള ഈ നോൺ വെജ് ഫുഡ് കഴിക്കുന്നത് ഗട്ടിനെ ബാധിക്കുമോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ നോൺ വെജ് കഴിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് ഇതിനെ ഈ കുഴിമന്തിയും ഷവർമയും നിങ്ങൾ നോൺ വെജ് എന്നുള്ള പേരിലേക്ക്, അല്ലെങ്കിൽ നോൺ വെജിനെ ഈ 2 എണ്ണത്തിലേക്ക് നിങ്ങൾ തളച്ചിടരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. നോൺ വെജ് എന്നുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, നമ്മൾക്കൊക്കെ ശരീരത്തിന് വളരെ വേണ്ട പ്രോട്ടീൻ കണ്ടൻ്റൊക്കെ ഉള്ള, നല്ല ഫാറ്റ് കണ്ടൻ്റുള്ള നല്ല ഭക്ഷണമാണ് നോൺ വെജ് എന്നുള്ളത്. ഒരു സ്ഥലത്തും ഒരു സമയത്തും നോൺ വെജ് കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല.
എഗെയിൻ ഞാൻ പറയുന്നു, കുഴിമന്തിയും ഷവർമയുമാണ് ഇന്ന് 3 പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ഡയബറ്റിക് ഉള്ളതിന്റെ സ്ട്രെസ് ഉള്ളത് വളരെ ജനറൽ ആവുന്നതിന്റെ. ഈ കുഴിമന്തി ഷവർമ എണ്ണയില്ലാതെ പ്രിപ്പയർ ചെയ്ത് തരുന്നത് എണ്ണയില്ലാതെ പ്രിപ്പയർ ചെയ്ത് തരുന്നില്ലല്ലോ സാർ. ഞാനും ചേട്ടനും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ നമുക്ക് കൊച്ചിയിൽ ഒരു 150 കടയിൽ കയറാം. ആവശ്യമില്ലാത്ത എണ്ണ വലിച്ചു വാരിയിട്ടുള്ള റൈസ് ഇല്ലാത്ത ഒരു കുഴിമന്തി കട പോലും ജനറലി ഞാൻ കണ്ടിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവര് പറയുന്നതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടില്ലേ? നമുക്ക് ഡാൽഡ ഇല്ലായിരുന്നല്ലോ. കോഴിക്കോടൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ? അതുകൊണ്ട് ഡാൽഡ ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നില്ലെന്ന് കൊമേഴ്ഷ്യൽ ആസ്പെക്ടിനെ നമ്മൾ ഹെൽത്തി ബേസിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എന്തുവയ്ക്കല്ലോ. ഞാൻ പറയുന്നത് കുഴിമന്തി എന്നുള്ളത് ഇന്നത്തെ കച്ചവട തന്ത്രത്തിന് വേണ്ടി ഇവർ അതിനെ കൊമേഴ്ഷ്യലാക്കിക്കൊണ്ടാണ് എനിക്ക് അതിന് വിരോധം. നിങ്ങൾ ദുബായി പോയി നല്ല ഒതന്റിക് മന്തി കഴിച്ചാൽ അവിടെ ഈ അൺലിമിറ്റഡ് റൈസിലേക്ക് കുത്തി ഒഴിക്കുന്ന എണ്ണയില്ല. നിങ്ങൾ കുഴിമന്തി കടയിൽ പോവുക, മന്തി എടുത്ത് മാറ്റി ആ റൈസ് എടുത്തിട്ട് വേറൊരു പ്ലേറ്റ് മേടിക്കുക. ആ പ്ലേറ്റ് മേടിച്ചിട്ട് ആ റൈസ് ഒന്ന് കുടഞ്ഞ് ആ വേറെ പ്ലേറ്റിലേക്ക് ഇടുക. ആദ്യമുള്ള പ്ലേറ്റിൽ ഇങ്ങനെ കോരിയെടുക്കുന്നൊരു എണ്ണയുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽത്തിന് ചീത്തയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. IT സെക്ടറിലുള്ളവർക്ക് ഭയങ്കര സ്ട്രെസ്ഡാണ്. നമ്മൾ കേൾക്കുന്ന വാക്കല്ലേ IT-യിലുള്ളവർക്ക് ഭയങ്കര. IT-യിലുള്ളവരുടെ ലൈഫ് സ്റ്റൈലാണ് പ്രധാനപ്പെട്ട റീസൺ. അവർക്ക് ഞാൻ പറയുന്നത് ജോലി സ്ഥലത്ത് നിന്ന് സ്ട്രെസ് ഇല്ല എന്നല്ല, അതിനെ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഓവർകം ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. പ്ലേറ്റാണ് മോസ്റ്റ് ഫോർഗോട്ടൺ മെഡിസിൻ ഇൻ ദ സിനാരിയോ ഈസ് പ്ലേറ്റ്. 100% ഫുഡാണ് നമ്മുടെ മെഡിസിൻ. ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പം ഡോക്ടർ നമ്മളിപ്പം പറയാറുള്ള ഒരു കാര്യം, രാത്രി നമ്മുടെ ശരീരം നമ്മളെ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കുന്നു. അതായത് ഇപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ചെറിയ ഫോൾട്ട് ഉണ്ട്, രാത്രി ബോഡി അത് നേരെയാക്കും. ലിവറിന് ഇത് കുറേ ദിവസം ബോഡിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഒരു ലിമിറ്റിനപ്പുറം ക്രോസ് ചെയ്യുമ്പോൾ ബോഡി ഇത് റിപ്പയർ ചെയ്യാതെ വിടുകയും ഇഗ്നോർ ചെയ്യുകയും നമ്മൾ രോഗിയായി മാറുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 100%. അപ്പോൾ രാത്രിയിൽ നമ്മളുടെ ഇപ്പം സദ്ഗുരു ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ കോളം അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എംപ്റ്റി ആയിരിക്കുന്ന അല്ലെങ്കിൽ വയറ്, ഇപ്പോൾ താഴേക്കുള്ള ഭാഗം പോട്ടെ, വയറ് എംപ്റ്റി ആയിരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിന് നമ്മളെ റിപ്പയർ ചെയ്യാൻ കഴിയും. വെനെവർ ദ ഗട്ട് ഗോട്ട് ക്ലോസ്ഡ് ഓർ ദ ഡൈജഷൻ പ്രോസസ് സ്റ്റോപ്ഡ്, അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം നമ്മളെ റിപ്പയർ ചെയ്യാൻ തുടങ്ങൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാത്രി ഭക്ഷണം, ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ഭക്ഷണമൊക്കെ നമ്മളെ ഡാമേജ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ പറ്റി പറഞ്ഞവരെല്ലാം ആരോഗ്യ കാരണം പലരും ടൈം ഷിഫ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പം രാത്രി ഉറങ്ങാതെ പകൽ അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ ഉറങ്ങുന്ന ഏതൊരു സമയവും നമ്മുടെ ബോഡി നമ്മളെ റിപ്പയർ ചെയ്യും. ഐഡിയലി ഇല്ല. ഐഡിയലി നമ്മൾ ഉറങ്ങേണ്ട സൂര്യാസ്തമയം ഉറങ്ങുകയും സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് എഴുന്നേൽക്കുക എന്നുള്ളത് ഐഡിയലി നമ്മുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടത്. പക്ഷേ സിറ്റുവേഷണലി സാഹചര്യം കൊണ്ട് ചിലരുടെ ജോബാണ്, നമുക്ക് അവരോട് ഞാനിങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പല കമ്പനികളുടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴും ഈ നൈറ്റ് ലൈഫിലെ ഫുഡ് ബസ് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് റെസ്റ്റ് വേണ്ടതും 2 റെസ്റ്റ് വേണ്ടാത്തതുമായ അവയവങ്ങൾ. റെസ്റ്റ് വേണ്ടാത്ത അവയവങ്ങളാണ് നമ്മുടെ ഹാർട്ട് ഉൾപ്പെടെയുള്ള കണ്ടിന്യൂസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ റെസ്റ്റ് വേണ്ട അവയവം, അതായത് നമുക്ക് എത്ര മണിക്കൂർ ഉറക്കം വേണം? ഇപ്പോൾ ഷായിജാൻ എത്ര മണിക്കൂർ ഉറക്കം വേണം? 8 മണിക്കൂർ വേണം. 8 മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തലവേദന എടുക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 10 മണിക്ക് നിങ്ങൾ ആഹാരം കഴിക്കുന്നു. എത്ര മണിക്കാണ് നോർമലി നമ്മൾ ആഹാരം കഴിക്കുന്നത്? 9:30-10 ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ? നമ്മൾ ചപ്പാത്തി, പൊറോട്ട, കുഴിമന്തി, അൽഫാം എന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹെവി ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടത് മിനിമം 6 to 7 hours ആണ്. കംപ്ലീറ്റ് ഡൈജഷൻ 6 hours എടുത്തോളൂ, 6 മണിക്കൂർ. ഇപ്പോൾ രാത്രിയിൽ 10 മണിക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മളൊരു 11:30-12 മണിയാകുമ്പോൾ കിടക്കുന്നു. നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ ഉറക്കം കിട്ടി എന്നാണല്ലോ നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ 10 മണിക്ക് കഴിച്ച നമ്മളുടെ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ ഒരു 7 മണിക്കൂർ എടുക്കുവേ. 11, 12, 1, 2, 3, 4, 5 മണി. 5 മണിക്കാണ് നമ്മുടെ ഡൈജഷൻ തീർന്നത്.
നമ്മൾ എണീക്കുന്ന എത്ര മണിക്കാണ്? 6 മണിക്ക്. 6 മണിക്കാണ്. അപ്പോൾ എത്ര മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് കൊടുത്തത്? 1 മണിക്കൂർ. 1 മണിക്കൂർ. 1 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയും ലിവറും എല്ലാം നമ്മളെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞ നമ്മൾക്ക് 1 മണിക്കൂർ ഉറക്കം മാത്രം കിട്ടിയെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, നമ്മൾ വിചാരിക്കും നമ്മളുടെ ഹെൽത്ത് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ വർഷങ്ങളായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറും നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രൂരതകൾ കളിച്ചുകൊണ്ട് കാണിക്കുന്ന ശരീരം 35-ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു ഡയബറ്റിക് എങ്കിലും തന്നില്ലെങ്കിൽ മോശമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത്രയും ക്ഷമയാണ് ശരീരത്തിൽ. ശരിക്കും ആലോചിച്ച് നോക്ക്, അവനൊരു 40-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു കൊളസ്ട്രോൾ എങ്കിലും കൂട്ടി തരണ്ടേ? നിങ്ങൾ ഇത്രയും വലിയ ക്രൂരതയാണ്. അതാണ് ഞാൻ എല്ലായിടത്തും ഞാൻ ആരോട് സംസാരിക്കുമ്പോൾ ആദ്യം ലോകത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പണിയെടുക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ ഒന്നുമല്ല, അത് നിങ്ങളുടെ ശരീരം മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനോട് കോൺട്രഡിക്ടറി ആയി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനിപ്പം നമ്മളിവിടുന്ന് US പോകുന്നു. US ചില പ്രൊവിൻസിലൊക്കെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റാണ്. അതായത് രാവിലെ ഇവിടെ 6 മണിയാകുമ്പോൾ അവിടെ 6 മണിയാകും, അല്ലെങ്കിൽ 7 മണിയാകും. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് 2 സൈക്കിളാണ് ഉള്ളത്, ഒന്ന് ബയോളജിക്കൽ സൈക്കിളും 2 സൈക്കോളജിക്കൽ സൈക്കിളും. നമ്മുടെ സൈക്കോളജിക്കൽ സൈക്കിളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നേരം വെളുത്തു പകലായി. പക്ഷെ നമ്മുടെ ബയോളജിക്കൽ സൈക്കിളിൽ വർഷങ്ങളായി നമ്മൾ കീപ്പപ്പ് ചെയ്തിരിക്കുന്നത് രാത്രി തന്നെയാണ്. അതായത് ഇവിടെ രാവിലെ നിങ്ങൾ നിരന്തരമായി 6 മണിക്ക് കക്കൂസി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ അവിടെ വൈകിട്ട് 6 മണിക്ക് പോകും. അത് കുറച്ചെങ്കിലും പോകും, ഒരു 15 ദിവസം 20 ദിവസമെങ്കിലും പോകും. പിന്നെ ആ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ സിങ്ക്രണൈസ്ഡ് ആവും. ബയോളജിക്കൽ സൈക്കിളും സൈക്കോളജിക്കൽ സൈക്കിളും സിങ്ക് ആവും. അമേരിക്കൻ ടൈമിങ്ങിലേക്ക് നമ്മളെത്തും. നമ്മൾ രാവിലെ വൈകിട്ട് 6 മണിക്ക് അപ്പിയിട്ടുകൊണ്ടിരുന്ന ആൾ അവിടുത്തെ രാവിലെ 6 മണിയിലേക്ക് മാറും. നമ്മുടെ ബോഡി ഈ ബയോളജിക്കൽ സൈക്കോളജിക്കൽ സിങ്കിലേക്ക് എത്തുന്നു. ഇതേപോലെ നിരന്തരമായി രാത്രി 1 മണിക്ക് ഉറങ്ങുകയും ഉച്ചയ്ക്ക് 12 മണിക്ക് ഉണരുകയും ചെയ്യുന്ന ഒരാളുടെ ബോഡി അയാളുടെ ബയോളജിക്കൽ സൈക്കോളജിക്കൽ സൈക്കിളിലേക്ക് അയാളുടെ ബോഡി റിപ്പയറിങ് ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് മാറാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈമിലുണ്ട്, 100% ഉണ്ടല്ലോ. ബയോളജിക്കൽ ക്ലോക്ക് യഥാർത്ഥത്തിൽ നല്ല ചേഞ്ച് വരുന്നത് 21 ഡേയ്സിലാണ്. നമ്മളൊരു കാര്യം 21 ഡേയ്സിലേക്ക് നമ്മൾ കൃത്യമായി പാലിച്ചു തുടങ്ങിയാൽ ശരീരം പിന്നെ അതിലേക്ക് മാറും, 100% മാറും. അതുകൊണ്ടാണല്ലോ എല്ലാ റിലീജിയസിലും 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഉള്ളത്. മിനിമം 21 ഡേയ്സ് ഉണ്ട്. അത് ഏത് റിലീജിയസ്, അത് നമുക്ക് നന്നാവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ മതങ്ങളും നിങ്ങൾക്ക് 21 ദിവസത്തെ പരിപാടി തന്നിട്ടുണ്ട്. അതായത് നമ്മൾ നന്നാവാത്തതുകൊണ്ടാണ്. അപ്പോൾ 21 ദിവസമാണ്. 21 ദിവസം ഉണ്ടെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് ചേഞ്ച് ആവും. ബയോളജിക്കൽ ക്ലോക്ക് ഒന്നും പെർമനന്റ് അല്ലല്ലോ. അതല്ലേ, നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ വിശക്കുന്ന സമയത്തല്ല നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വിശക്കുന്നത്. നമുക്ക് ജോലിക്ക് പോകുമ്പോൾ വിശക്കുന്ന സമയത്തല്ല നമ്മൾ റിട്ടയർ ആകുമ്പോൾ വിശക്കുന്നത്, അല്ലേ? നമുക്ക് എല്ലാ സമയത്തും നമ്മളുടെ ഫിസിക്കൽ നീഡും സൈക്കോളജിക്കൽ നീഡും വ്യത്യസ്തമല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ സമയത്തും ബയോളജിക്കൽ ഓരോ ഏജിനും ഓരോ സിനാരിയോയ്ക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നുണ്ടാണ്. അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണല്ലോ. അത് വിശപ്പായിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, നമ്മുടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ 2 സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇത് നമ്മളുടെ കയ്യിലാണ്. എവിടെയാണ് വിശക്കേണ്ടതെന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു പരിധിവരെ നമ്മളുടെ ജീവിതശൈലികൾ, നമ്മളുടെ ജീവിതശീലങ്ങൾ, ജീവിതശൈലിയും ശീലവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യുന്നത്. എന്നാൽ ബോഡി അല്പം പോലും അഡ്ജസ്റ്റ് ചെയ്യപ്പെടാത്ത നമ്മളുടെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അല്ല, ബോഡി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങളില്ല. യഥാർത്ഥത്തിൽ ബോഡി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ ടൈമിംഗ് ഓഫ് ഫുഡും നമ്മുടെ സ്ലീപ്പുമാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പലപ്പോഴും പറയുന്നത്, എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും എന്നെ എപ്പോഴും വറി ചെയ്യിപ്പിക്കും നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കഴിക്കുന്നു എന്നുള്ളത് വരെ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാൻ പറ്റും. പക്ഷെ എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം. ഭക്ഷണത്തിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു. ഇതിൽ 3 ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ 100% എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ ബോഡിയെ ശീലിപ്പിക്കുന്നു. എന്നാൽ ഇതേപോലെ തന്നെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഒരു സർട്ടൺ എങ്കിലും നമ്മൾ ബോഡിയെ കൺഫ്യൂസ്ഡ് ആക്കണമെന്ന് പറയുന്നുണ്ട്. അല്ല, ആ കൺഫ്യൂസിങ്ങിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഫാസ്റ്റിംഗ് പോലും എടുക്കുന്നത്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്കെല്ലാം ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. നമ്മളുടെ ഫാസ്റ്റിങ്ങിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഒരു പ്രോപ്പർ ഫുൾ റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിന് ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് റെസ്റ്റിന്റെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് വീക്കിലി ഒരു ദിവസം നമുക്ക് അവധി ഉള്ളത്.
നമ്മൾ എന്നാൽ പിന്നെ എല്ലാ ദിവസവും പണിയെടുത്താൽ പോരെ? നമുക്ക് എന്തുകൊണ്ടാണ് ഞായറാഴ്ച അവധി ഉള്ളത്? അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലീവ് എന്തുകൊണ്ടാണ്? അത് നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണ്ടതുകൊണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ചില സമയങ്ങളിൽ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്. നമ്മൾ ഒരു പരിധിവരെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങൾ ടൈമിംഗ് ഓഫ് ഫുഡും യുവർ സ്ലീപ്പുമാണ്. ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാം 2030 ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു 10 ഏക്കർ വലിയൊരു സ്ഥലത്ത് നമ്മൾ കുറച്ച് കോട്ടേജുകളൊക്കെ പണിതിട്ടിട്ട് 2030 നമ്മളവിടെ 10 ദിവസം വന്ന് താമസിക്കാൻ പറയുന്നത് നിങ്ങൾ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിന് വേണ്ടിയാണ്. എഴുതി വെച്ചോളൂ, അടുത്ത വർഷം മുതൽ ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറാപ്പി ആയിരിക്കും ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത്. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന ഒന്ന് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ്. സ്ക്രീൻസ് 100%. നമ്മൾക്ക് വിശ്വസിക്കുമോ, 7 മണിക്കൂറാണ് 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഒരാളുടെ സ്ക്രീൻ ടൈം ആവറേജ്. 7 hours. നിങ്ങൾ ആലോചിക്കുക, 24 മണിക്കൂർ, 7 മണിക്കൂർ ഉറങ്ങി, 15 മണിക്കൂർ ബാക്കി ഈ പറയുന്ന പോലെ സമയമുണ്ട്, 17 മണിക്കൂറുണ്ട്. 17 മണിക്കൂറിൽ 7 മണിക്കൂർ നമ്മൾ സ്ക്രീനിലും കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സിനാരിയോ. ഓക്കെ, നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ തുടങ്ങിയിടത്തേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ മറ്റു പല പാൻഡമിക്കുകൾക്കും പകർച്ചവ്യാധികൾക്കും നമ്മൾ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് കോളറ ആയിക്കോട്ടെ, ഈവൻ ക്യാൻസറിന് പോലും, കോവിഡിന് പോലും മരുന്ന്. സ്ട്രെസ് എന്ന പാൻഡമിക്കിന്, സ്ട്രെസ് എന്ന പകർച്ചവ്യാധിക്ക് നമുക്കിതുവരെ മരുന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. എങ്കിലും ഡോക്ടർ അതിൽ പറഞ്ഞ ഏറ്റവും വലിയ സജഷൻസിൽ ഒന്ന് ഭക്ഷണം തന്നെയാണ്. സ്ട്രെസ്സിൻ്റെ ട്രിഗറിൻ്റെ പെർസെൻറ്റേജ് എങ്കിലും കുറയും അല്ലേ? കറക്റ്റ്. ഭക്ഷണം 2 ഇതിനൊക്കെ വെളിയിൽ നിന്ന് മരുന്നുണ്ടായിരുന്നു. ഇതിന്റെ മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെയാണ്, അത് ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റേത് വെളിയിൽ നിന്നുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. ഇത് നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള മരുന്നിനെടുത്ത് പുറത്തിടണം. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. പക്ഷെ സമയം നമ്മൾ ഇതിനെയും കണ്ടുപിടിക്കും. എന്തായാലും ഷാജി, നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് സ്ട്രെസ് കൂടരുത്. എനിക്ക് സ്ട്രെസ് ഉണ്ടോ എന്നോർത്ത് ആരും സ്ട്രെസ് അടിക്കരുത്. സ്ട്രെസ് ഒരു വിഷയമാണ്, സ്ട്രെസ് ഒരു പാൻഡമിക്കാണ്. ആ പകർച്ചവ്യാധിയിൽ നിന്ന് നമുക്ക് അവയർനെസ് കൊണ്ട് തന്നെ തിരിച്ചു വരാം. നന്ദി ഡോക്ടർ അഭിജിത്ത്, നന്ദി ഷാജി. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.